അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 2023 5ാം ക്ലാസ് പൊതുപരീക്ഷയിലെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ പേപ്പറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക്, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. അഖീദയിലെ ഇമാമുകളിൽ ഒരാൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹു, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. 2. സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം. മസ്ജിദിൽ വെച്ചുള്ള നിസ്കാരം, വീട്ടിനകത്തുള്ള നിസ്കാരം, പൊതുസ്ഥലത്തുള്ള നിസ്കാരം. ശരിയുത്തരം വീട്ടിനകത്തുള്ള നിസ്കാരം. മൂന്നാമത്തെ ചോദ്യം, 20-ലധികം സ്വഹാബികളെ കണ്ട ഇമാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം, മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊടുത്തു. 1000 ദിർഹം, 50 ദിർഹം, 500 ദിർഹം. ശരിയുത്തരം 500 ദിർഹം. അഞ്ചാമത്തെ ചോദ്യം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നു. ഈജിപ്തിൽ, കൂഫയിൽ, മദീനയിൽ. ശരിയുത്തരം ഈജിപ്തിൽ. ചോദ്യം 6, ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നാണ് അർത്ഥം. ലാ തുആഖിദ്ന, ലാ തുഹമ്മിൽന, ലാ തഹ്മിൽ അലൈന. ലാ തുആഖിദ്ന എന്നതിൻ്റെ അർത്ഥമാണ് ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 2. ചേരുംപടി ചേർക്കുക. 1. ഉസ്താദിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 2. ഔലിയാക്കളുടെ നേതാവായി മാറി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 3. നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 4. 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 5. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 3. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. മുർത്തദ്ദിന് ശാശ്വതമായ ഡാഷ് ആണ് ശിക്ഷ. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. 2. ഇൽമു കൊണ്ട് അല്ലാഹു തആലയുടെ ഡാഷ് മാത്രമേ ആഗ്രഹിക്കാവൂ. ഇൽമു കൊണ്ട് അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. 3. 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഡാഷ് ആണ്. 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. 4. പാപങ്ങൾ പൊറുക്കുന്നതിന് ഡാഷ് ആവശ്യമാണ്. പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. 5. സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. 6. നദ്ഹബു ഇലൽ മുഖ്തബരി ഡാഷ് അൽ ഇസ്തിറാഹ. നദ്ഹബു ഇലൽ മുഖ്തബരി ബഅദൽ ഇസ്തിറാഹ. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 4. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. കലീമുള്ള എന്നു പേരുള്ള നബി ആര്? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. 2. അറ്റമില്ലാത്ത ജീവിതം ഏതാണ്? ഉത്തരം പരലോക ജീവിതം. 3. സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം ഹറാം. 4. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മദ്ഹബ് ഏത്? ഹനഫി മദ്ഹബ്. 5. മനുഷ്യൻ നേടുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും മഹത്തായത്? ഉത്തരം അറിവ്.
6. തക്കാളി എന്നതിൻ്റെ അറബി പദമെന്ത്? ഉത്തരം തൊമാത്തിം. ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 1-ാമത്തെ ചോദ്യം: സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും ആർക്ക്? ഉത്തരം വിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്. ചോദ്യം 2: നബിമാർക്ക് പുറമെ മഹ്ശറിൽ ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? ഉത്തരം ഔലിയാക്കൾ, ശുഹദാക്കൾ, പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ. ചോദ്യം 3: മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എവിടെ? ഉത്തരം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും വഴിയിലും. ചോദ്യം 4: എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. ഉത്തരം അനർഹർക്ക് അധികാരം ലഭിച്ചാൽ. ചോദ്യം 5: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ വെച്ച് ഹദീസ് മനഃപ്പാഠമാക്കി എങ്ങനെ? ഉത്തരം വലത് കൈവിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതി പഠിച്ചു. ചോദ്യം 6: ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല, കാരണം? ഉത്തരം കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിൽ എത്തിച്ചേരുമോ എന്ന ഭയം. 7. മാദാ സഅല ജുറൈജുനിൽ ഉലാമ? ആ കുട്ടിയോട് ജുറൈജ് റളിയല്ലാഹു അൻഹു എന്താണ് ചോദിച്ചത്? ഉത്തരം യാ ഗുലാമു മൻ അബൂക. ഇനി നമുക്ക് 6-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. കുറിപ്പെഴുതുക 5 വരിയിൽ കുറയാതെ. 1. കറാമത്ത്. ഉത്തരം ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. അത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മാജിക്കും കറാമത്തും ഒരുപോലെയല്ല. മാജിക് ഒരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. 2. റിദ്ദത്ത്. ഉത്തരം റിദ്ദത്ത് കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും റിദ്ദത്ത് വരും. അവകൾ നാം സൂക്ഷിക്കണം. മുർത്തദ്ദിന് ശാശ്വത നരകവാസമാണ് ശിക്ഷ.